ദൈവകൃപയുടെ ആഴമേറിയ അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ മീറ്റിംഗ് ദൈവകൃപയുടെ ഒരു വലിയ പുത്തപ്പിനകത്ത്, ദൈവകൃപയുടെ ഒരു വലിയ ശക്തിക്കകത്ത്, ദൈവകൃപയ്ക്കകത്ത് എന്തൊക്കെ ദൈവം നമുക്ക് ഓപ്പണാക്കിയിട്ടിട്ടുണ്ടോ ആ ഒരു അനുഭവത്തിനകത്ത് നിന്നുകൊണ്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും. കാരണം ഇന്നത്തെ ഈ സന്ദേശത്തിനകത്ത് ഇരുവായ്ത്തലയുള്ള വാളാണ് പുറപ്പെടുന്നത്. വാള് പുറപ്പെട്ട് കഴിഞ്ഞാൽ അതെന്തിനെയൊക്കെയോ ഛേദിക്കാനാണ്. വാള് പുറപ്പെട്ട് കഴിഞ്ഞാൽ എന്തിനെയൊക്കെയോ ചെത്താനാണ്. വാള് പുറപ്പെട്ട് കഴിഞ്ഞാൽ എന്തിനെയൊക്കെയോ ക്ലീൻ ചെയ്യാനാണ്. വാള് പുറപ്പെട്ട് കഴിഞ്ഞാൽ എന്തിനെയൊക്കെയോ വെട്ടിമാറ്റാനാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ സന്ദേശം നമ്മുടെ ഒരു വിടുതലിനാണ്. ആ വിടുതലിൻ്റെ സന്ദേശത്തിലേക്ക് ഞാൻ സസന്തോഷത്തോടെ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പരമാവധി ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ പ്രത്യേകമായി നിങ്ങൾ ഓർക്കുമല്ലോ. വേഗത്തിൽ നമുക്ക് തിമോത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ധന്യനായ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യം വായിക്കാം. എല്ലാവരും ബൈബിൾ എടുത്താട്ടെ. റെഫറൻസ് നോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അതും എടുത്താട്ടെ. ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടും വളരെ വിശ്വാസത്തോടും കൂടെ നമുക്കിരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണം, വളരെ പ്രാർത്ഥനയോടെ. ഷാൽ ബ്രഹാൻ ടു സി ലോഡ് ഇൻ ദ റാഫ ലൈ ബ്രഹായ് ടു കവർ മഹത്തൽ പ്രഭോഷസി. കർത്താവ് എന്നോട് പറയുക കേട്ടോ, ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് ഭയങ്കരമാകുന്നൊരു ദൈവിക അന്തരീക്ഷത്തിനകത്താണ് നമ്മളെന്ന്. ഭയങ്കരമാകുന്നൊരു ദൈവിക അന്തരീക്ഷത്തിനകത്താണ് നമ്മളിരിക്കുന്നതെന്ന്. വാവ്, അതല്ല ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് അല്ലേ? ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ദൈവിക അന്തരീക്ഷത്തിനകത്തിരിക്കുക. ആരെയാ ഈ കെണിയും കുടുക്കും പിടിക്കുന്നതെന്നറിയാവോ? ദൈവിക അന്തരീക്ഷത്തിനകത്തൊന്ന് പുറത്തു പോകുന്നവരെയാണ്. ദൈവിക അന്തരീക്ഷത്തിനകത്തുനിന്ന് എനിക്ക് പുറത്തു പോകാൻ പറ്റുമോ? ദൈവിക അന്തരീക്ഷത്തിനകത്തുനിന്ന് പുറത്തു പോകാൻ പറ്റും. പുറത്തു പോകാൻ പറ്റുമെന്നുള്ളതല്ല, ദൈവിക അന്തരീക്ഷത്തിനകത്ത് തന്നെ പുറത്ത് ചാടിക്കാനാണ് ഈ കെണിയും കുരുക്കുമൊക്കെ പിശാചിടുന്നത്. നിങ്ങൾ വലയിട്ട് മീൻ പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒരു മീൻപിടുത്തക്കാരും മീനുള്ളിടത്ത് ചെന്ന് കൈ കൊണ്ടല്ല മീനിനെ പിടിക്കുന്നത്. അവർ നിൽക്കുന്നിടത്തുനിന്ന് ഒരു വല അതിൻ്റെ മേലെ എറിയുക ചെയ്യും. ഒരു മീൻപിടുത്തക്കാരും മീനുള്ളിടത്ത് എവിടെ മീനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് കൈ എത്തി ഇങ്ങനെ പിടിച്ചെടുത്തുകൊണ്ട് പോവുകയല്ല ചെയ്യുന്നത്. അവർ നിൽക്കുന്നിടത്തുനിന്ന് മീൻ എത്ര ദൂരത്തിലാണോ നിൽക്കുന്നത് അത്രയും നീളത്തിനുള്ളൊരു വലയാണ്. അവിടെ നിന്ന് എറിഞ്ഞാൽ മതിയെങ്കിൽ അവർ നിൽക്കുന്നിടത്തുനിന്ന് എറിയുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് അനേകായിരം മീനുകളെ കുടുക്കി ബന്ധിച്ച് മത്സ്യബന്ധനം, അതല്ലേ മത്സ്യബന്ധനം എന്ന് പറയുന്നത്, മത്സ്യബന്ധനം നടത്തി കൊണ്ടുപോവുക ചെയ്യുന്നത്. നിങ്ങൾ ചൂണ്ടയിടുന്ന കണ്ടിട്ടുണ്ടോ? ഒരു ചൂണ്ടയിടുന്ന മനുഷ്യനും കുളത്തിനകത്തോ മറ്റും ഇറങ്ങി മീനുള്ളിടത്ത് ചെന്ന് ബക്കറ്റിനകത്ത് കോരിയെടുത്തോണ്ടല്ല പോകുന്നത്. അവൻ ആ ചൂണ്ടലിൻ്റെ മേൽ ഒരു ചൂണ്ടനൂലിൻ്റെ മേൽ ഒരു ചൂണ്ടൽ വെച്ച് കെട്ടി ആ മുനമ്പിനെ മറച്ചുകൊണ്ടൊരു ഇരയെ അതിൻ്റെ പുറത്ത് കവർ ചെയ്തിട്ട് വെള്ളത്തിനകത്തിട്ടേക്കും. ഇത് ഇരയാണെന്ന് പറഞ്ഞ് കൊത്തുന്ന മീന് അത് കൊത്തിയെന്നറിയുമ്പോൾ വലിക്കും. ഇരയല്ല അത് കൊടുക്കുന്നത്, ഇരയ്ക്കകത്തിരിക്കുന്ന കമ്പിവളയമാണ് അതിനെ കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഇതുപോലെയാണ് സാത്താനും. നമ്മൾ ഇരിക്കുന്നിടത്ത് വരത്തൊന്നുമില്ല, നമ്മുടെ തോന്നൽ നമ്മൾ ഇരിക്കുന്നിടത്ത് വരുമെന്ന്. നീ ഇരിക്കുന്നിടത്തേക്ക് അവൻ എറിയുക ചെയ്യുന്നത്. നീ ഇരിക്കുന്നിടത്ത് അവൻ എറിയുന്നത് വരരുതെങ്കിലും വന്നാൽ അത് കരിഞ്ഞു പോകണമെങ്കിലും നീ ദൈവിക അന്തരീക്ഷത്തിനകത്തായിരിക്കണം. ദൈവിക അന്തരീക്ഷം ആ കൗസ്മോസിനകത്താണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ, ആ ഒരു പ്രത്യേകമാകുന്നൊരു ദൈവിക അന്തരീക്ഷത്തിനകത്താണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ, അസാധാരണമായ വിടുതൽ ഞാൻ ഇരിക്കുന്നിടത്ത് സംഭവിച്ചിരിക്കും. അസാധാരണമായ അസാധാരണമായ സ്ഥലത്ത് ഞാൻ ഇരിക്കുന്നത് സംഭവിച്ചിരിക്കും. പ്രൈസ് ടു ജീസസ്. In the name of Jesus Christ. തിമോത്തിയോസിന് എഴുതിയ ലേഖനം നിങ്ങൾ എടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഒരുവൻ അധ്യക്ഷസ്ഥാനം കാക്ഷിക്കുന്നു എങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. എന്നാൽ
അധ്യക്ഷൻ നിരപവാദ്യനായി ഏക ഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനും അരുത്. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? നിഗളിച്ചിട്ട്, ഈ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ്, നിഗളിച്ചിട്ട് പിശാചിനു വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ പുതിയ ശിഷ്യനും അരുത്. നിന്നയിലും പിശാചിൻ്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം. അടുത്തത് ശുശ്രൂഷകന്മാരെ കുറിച്ചാണ് വാക്യം 8-ൽ പറയുന്നത്. ഞാൻ 7 വരെ വായിച്ച് നിർത്തുക. ദൈവിക ശുശ്രൂഷയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരും ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരും കൂടെ ഈ യോഗ്യതയിലേക്ക് വരണമെന്ന ഇന്ന് ഈ വാക്യം വായിച്ചതിന് ശേഷം എനിക്ക് പറയാൻ പരിശുദ്ധാത്മാവ് നിയോഗം തരുന്നത്. കേവലം ഒരധ്യക്ഷസ്ഥാനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല ഇന്ന് ഈ സന്ദേശം പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നത്. ഇതിനകത്ത് കുടുംബമുണ്ട്, ഇതിനകത്ത് ക്യാരക്ടറുണ്ട്, ഇതിനകത്ത് ശുശ്രൂഷയുണ്ട്, ഇതിനകത്ത് എല്ലാമുണ്ട്. എല്ലാം നമുക്കൊരു തികവോടും ഗൗരവത്തോടും ജയത്തോടും കൂടെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി എപ്രകാരമായിരിക്കണം എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നാം ദൈവിക അന്തരീക്ഷത്തിനകത്ത് നിന്നില്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമുക്കൊരു നിരപവാദ്യനായി ദൈവസന്നിധിയിൽ നിൽക്കാനൊക്കത്തില്ല. അവന് ജിതേന്ദ്രിയനായി നിൽക്കാനൊക്കത്തില്ല. അവനൊരു സുശീലത്വം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അവൻ അതിഥിപ്രിയനായിരിക്കത്തില്ല. അവന് മനുഷ്യരായിരിക്കും അവൻ സാത്താനെന്ന് പറഞ്ഞ് അവൻ ഹാൻഡിൽ ചെയ്യുന്നത്. അവൻ ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കത്തില്ല. കാരണം അവന് പ്രാഗൽഭ്യം ഉണ്ടാകത്തില്ല. അവനാകെ മൊത്തം മൂടിക്കെട്ടിയ അനുഭവത്തിനകത്തായിരിക്കും. എന്നെ കാണുന്ന പലരും ഇന്ന് അങ്ങനത്തെ അവസ്ഥയിലുള്ളവരുണ്ട്. പക്ഷെ നിങ്ങളുടെ റിയലായിട്ടുള്ളൊരു ക്യാരക്ടറോ നിങ്ങളുടെ റിയലായിട്ടുള്ളൊരു ഫേസോ ഇതല്ല. നിങ്ങളെ വല്ലാത്തൊരു അന്തർമുഖനായി നിങ്ങളെ മാറ്റിക്കളയുന്ന ഒരവസ്ഥയിൽ നിങ്ങളുടെ മനസ്സിൻ്റെ തലങ്ങളെ സാത്താൻ കുടുക്കിയിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവ് നിന്റെ അകത്ത് കയറാൻ ഇന്ന് താല്പര്യത്തോടെ നിൽക്കുന്നു. നീ തുറന്നു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ ഹൃദയത്തിൻ്റെ അറകൾക്കകത്ത്, മനസ്സിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് പ്രവേശിക്കും. ഒരു മനുഷ്യനും മദ്യപ്രിയനായിട്ട് ജനിക്കുന്നില്ല. ഒരു മനുഷ്യനും തല്ലുകാരനായിട്ട് ജനിക്കുന്നില്ല. ഒരു മനുഷ്യനും കലഹിക്കുന്നവനായിട്ട് ജനിക്കുന്നില്ല. അവൻ ജനിച്ചു വീഴുന്ന മണ്ണ്, അവൻ വളരുന്ന ചുറ്റുപാട്, അവൻ സഹകരിക്കുന്ന വ്യക്തികൾ, അവനായിരിക്കുന്ന സമൂഹം അവൻ്റെ വ്യക്തിത്വത്തെയും ചിന്തകളെയും അവൻ്റെ വികാരങ്ങളെയും അവൻ്റെ സ്വഭാവത്തെയും വിശ്വാസത്തെയും സ്വാധീനിക്കുന്നു. പൗലോസ് തിമോത്തിയോസിനെ പണിതെടുത്തതാണ് ഈ തരത്തിൽ. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് നമ്മുടെ സഭയിൽ എങ്ങനെയായിരിക്കണം, നീ ഓരോ സഭയിൽ ഓരോ വ്യക്തികളെ നീ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അവരെങ്ങനെയുള്ളവരായിരിക്കണം. പൗലോസ് സഭയെക്കുറിച്ച് ഇത്രയും കൺസേൺഡ് ആണെങ്കിൽ സഭയുടെ നായകനായ പരിശുദ്ധാത്മാവ് എത്ര കൺസേൺഡ് ആയിരിക്കും. സഭയ്ക്കകത്ത് ഒരച്ചടക്കമുണ്ടാകണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. സഭയ്ക്കകത്തൊരു യൂണിറ്റി ഉണ്ടാകണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. സഭ ഡെവലപ്പ് ചെയ്തത് ദൈവമാണ്. ഫാമിലി ഡെവലപ്പ് ചെയ്തത് ദൈവമാണ്. സഭയിൽ ഒരധ്യക്ഷനെയും അവിടെ ഒരു ശുശ്രൂഷകനെയും ഒരു പുരോഹിതനെയും അപ്പോയിന്റ് ചെയ്തത് ദൈവമാണ്. ഫാമിലിയിൽ ഒരു തലയെ വെച്ചുപിടിപ്പിച്ചത് ദൈവമാണ്. ഫാമിലിക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയത് ദൈവമാണ്. സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് അത്യാവശ്യം, പരിശുദ്ധാത്മാവ് തന്നെ മുഖ്യം എന്ന് നമ്മെ പഠിപ്പിച്ച അതേ ദൈവം തന്നെ
നമ്മുടെ ഭവനങ്ങൾക്കകത്തും പരിശുദ്ധാത്മാവ് അത്യാവശ്യമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അതേ ദൈവം തന്നെയാണ് ഒരു മനുഷ്യനെയും ക്രിയേറ്റ് ചെയ്തത്. പറഞ്ഞ്, എൻ്റെ സൃഷ്ടാവ് ദൈവമാണ്, എന്നെ നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. പറഞ്ഞ്, എന്നെ നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. എൻ്റെ വികാരമണ്ഡലങ്ങളുടെ കർത്താവ്, ചിന്താമണ്ഡലങ്ങളുടെ കർത്താവ് യേശുവാണ്. പറഞ്ഞേ, അപ്പോൾ ഒരു മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തത് ദൈവമാണ്. അതേ മനുഷ്യനിലും പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണമെന്ന് ദൈവം പഠിപ്പിക്കുന്നു. തൻ്റെ ശിഷ്യന്മാരോടും കർത്താവ് അങ്ങനെയല്ലേ പറഞ്ഞത്? നിങ്ങൾ മനുഷ്യനാകുന്നത് കൊണ്ടും നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കളാകുന്നത് കൊണ്ടും എൻ്റെ ശിഷ്യന്മാരാകുന്നത് കൊണ്ടും പോയി ഭൂതങ്ങളെ കീഴടക്കാൻ പറഞ്ഞില്ല, വ്യക്തികളെ സ്വതന്ത്രമാക്കാൻ പറഞ്ഞില്ല, അന്യായ ബന്ധനങ്ങളെ അഴിക്കാൻ പറഞ്ഞില്ല, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കാൻ പറഞ്ഞില്ല. നിങ്ങൾ അതൊക്കെ ചെയ്യുന്നത് ആരാധനയുടെ മധ്യത്തിലായിരിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ അതൊക്കെ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ആയിരിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ അതൊക്കെ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷമായിരിക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിൽ ഹോളി സ്പിരിറ്റ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഹോളി സ്പിരിറ്റ് പവറോടുകൂടെ മാത്രമേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ ചെയ്യാൻ ഒക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞതും ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. നമ്മൾ എവിടെ, ഏത് കാറ്റഗറിയിൽ, ഏത് മേഖലയിൽ എവിടെ നമ്മൾ പ്രവർത്തിക്കുന്നോ അവിടെ ഞാൻ സക്സസ് ആയിരിക്കണമെങ്കിൽ എനിക്ക് ഹോളി സ്പിരിറ്റ് വളരെ അത്യാവശ്യമാണ്, പരിശുദ്ധാത്മാവ് വളരെ അത്യാവശ്യമാണ്. സഭയ്ക്കകത്ത് ഭിന്നതയുണ്ടാകാനുള്ള കാരണം പരിശുദ്ധാത്മാവിനോടുകൂടെ വേറൊരു ആത്മാവും കൂടെ പ്രവർത്തിക്കുന്നതുകൊണ്ട്. വ്യക്തികളിൽ ഭിന്നതയുണ്ടാകാൻ കാരണം അതിൻ്റെ കൂടെ വേറൊരാത്മാവ് കൂടുതൽ പ്രവർത്തിക്കുന്നത് കൊണ്ട്. ഭവനങ്ങൾക്കകത്തും കുടുംബത്തിനകത്തും ഭിന്നതയുണ്ടാകാൻ കാരണം, കലഹമുണ്ടാകാൻ കാരണം, ആർക്കും ഒരു ശാന്ത സ്വഭാവം സ്വീകരിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം, ഈഗോ വർക്കൗട്ട് ആകുന്നതിൻ്റെ കാരണം, നീ എൻ്റെ ചെലവിലാടി, ഞാൻ വെറുതെ അല്ലടോ ഇവിടെ താമസിക്കുന്നത്, ഈ തരത്തിലുള്ള ചിന്തയ്ക്കും സംസാരത്തിനും കാരണം. താൻ മാത്രമല്ല അധ്വാനിക്കുന്നത്, ഞാനും ഒരു ജോലി ചെയ്ത് സമ്പാദിക്കുന്ന വ്യക്തിയാ എന്നൊക്കെ പറയാൻ തോന്നുന്നതിൻ്റെ കാരണം വേറെ ഒരു ആത്മാവ് നമ്മെ നയിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കാണെങ്കിലും താൻ പണിത ഫാമിലിയെ ലീഡ് ചെയ്യാനാണെങ്കിലും തൻ്റെ സഭയെ നയിക്കാനാണെങ്കിലും അച്ചടക്കമുള്ള ഒരു വ്യക്തിയെ തേടുന്നു. വേല ദൈവത്തിൻ്റെതായതുകൊണ്ട് അതിനകത്ത് വെള്ളം ചേർക്കാൻ ഒക്കത്തില്ല എന്ന് തിമോത്തിയോസിനോട് പരിശുദ്ധാത്മാവിൽ പൗലോസ്ലീഹ കൈമാറുന്നു. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആർക്കൊക്കെയോ പൗലോസ് തിമോത്തിയോസിനോട് കൈമാറിയതുപോലെ ഈ ഒരു സന്ദേശം കൈമാറുകയാണ്. ജയാളിയായ ഒരു കുടുംബിനിയായി നിങ്ങൾക്ക് മാറണമെങ്കിൽ, ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്കുണ്ടാകണമെങ്കിൽ, ജയകരമാകുന്ന ഒരു സഭാ ശുശ്രൂഷ നമുക്കുണ്ടാകണമെങ്കിൽ, ജയകരമാകുന്ന ഒരു ആത്മസാന്നിധ്യം നമുക്കുണ്ടാകണമെങ്കിൽ, ആത്മസാന്നിധ്യത്തിൻ്റെ ഒരു നടപ്പും നടത്തിപ്പും ഉണ്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ, ആമേൻ, നമ്മെ വീണ്ടും വീണ്ടും കുടുക്കിലും കെണിയിലും വലിച്ചു കൊണ്ടുപോയി ദൈവത്തിനും മനുഷ്യനും സഭയ്ക്കും കൊള്ളാത്ത ഒരു വ്യക്തിത്വങ്ങളാക്കി മാറ്റുന്ന ആ ദുഷ്ടന്റെ തന്ത്രങ്ങളെയും ദുഷ്ടന്റെ കുടുക്കുകളെയും ദുഷ്ടന്റെ കെണികളെയും പൊട്ടിച്ചെറിയാൻ ദൈവത്തോട് ഇപ്പോൾ നീ ഒരു പുതുബലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിന്നെ ആ കൃപ കൊണ്ട് നിറയ്ക്കാൻ പോകുകയാണ്. നിന്നെ എവിടെ ദൈവം അപ്പോയിന്റ് ചെയ്തോ അവിടെ ജയാളിയായി മാറാനാണ് ദൈവം അപ്പോയിന്റ് ചെയ്തത്. പക്ഷെ നിന്നെ അവിടെയും കൊടുക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടാകും. നിന്നെ ഏത് ഫാമിലിയിലാക്കിയോ ആ ഫാമിലിയിൽ ഒരു ജയാളിയായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ, ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തോടുകൂടെ ആ ഫാമിലിക്കകത്ത് നീ ഒരു ശാന്തശീലനായിരിക്കാനും ഒരു ജിതേന്ദ്രിയനായിരിക്കാനും പൂർണ്ണ ഗൗരവത്തോടുകൂടെ ആ സഭയെ, ആ കുടുംബത്തെ, ഭവനത്തെ, വ്യക്തികളെ, ആ ടീമിനെ നയിക്കാനായിരിക്കും ദൈവം നിങ്ങളെ അപ്പോയിന്റ് ചെയ്തത്. അവിടെയും നിന്നെ സ്വാധീനിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടാവും. നമുക്ക് അടുത്ത വചനത്തിലേക്ക് നമുക്ക് പോകാം, അതിന് അപ്പം കൂടുതൽ മനസ്സിലാവും. സ്വന്തം കുടുംബത്തിനകത്തും അതുപോലൊരു സ്പിരിറ്റ് ഉണ്ടാവും. പക്ഷേ ഇതിനകത്തുനിന്ന് പുറത്തു വരണമെങ്കിൽ ഞാൻ ആ ദൈവിക അന്തരീക്ഷത്തിനകത്തായിരിക്കണം. ഞാൻ ആ ദൈവിക അന്തരീക്ഷത്തിനകത്തായിരിക്കണം. കാരണം വചനം പറയുന്നു, അറിയാത്തവനെ എങ്ങനെ ദൈവം ഏൽപ്പിക്കുമെന്ന്. രാമൻ പറയുക, അറിയാത്തവനെ എങ്ങനെ ഏൽപ്പിക്കും? അതൊരു വല്ലാത്ത വാക്കാ കർത്താവ് പറഞ്ഞത്. അറിയാത്തവനെ എങ്ങനെ ഏൽപ്പിക്കും? കാരണം വചനം പറയുന്നു, സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? ഇത് സഭയുടെ കാര്യം പറയുമ്പോൾ. എന്നാൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ
എന്നെ നിയന്ത്രിക്കുന്ന ആത്മാവിനെ ഞാൻ അറിയാൻ താല്പര്യമില്ലെങ്കിൽ അതിനെ ജയിക്കാൻ ദൈവം എങ്ങനെ തൻ്റെ ആത്മാവിനെ എന്നെ ഏൽപ്പിക്കും? എൻ്റെ ഇമോഷൻസിനെ നിയന്ത്രിക്കുന്ന ആത്മാവിനെ തിരിച്ചറിയാൻ എനിക്ക് കഴിവില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ബോധേഡ് അല്ലെങ്കിൽ, അതിൽ നിന്ന് പുറത്തു വരാൻ താല്പര്യം, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് എന്നൊരു മനോഭാവമാണെങ്കിൽ എന്നെ എങ്ങനെ അധികം കാര്യവിചാരകനാക്കും? ദൈവം ഏൽപ്പിച്ചൊരു ചെറിയ ജോലിയിൽ നിങ്ങൾ കംഫർട്ട് അല്ലെങ്കിൽ, നിങ്ങൾ അതിനകത്ത് നിങ്ങൾ എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, അത് തന്നെ ശപിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ നിങ്ങളെ അധികം കാര്യവിചാരകനാക്കി മാറ്റും? ദൈവം ഏൽപ്പിച്ചൊരു ചെറിയ സഭയിൽ വിശ്വസ്തയോടെ നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെ ദൈവം ആ സഭയെ വലുതാക്കും? ഓ ശകത, അറിയാത്തവനെ എങ്ങനെ ഏൽപ്പിക്കും? ഇതാ കർത്താവ് ചോദിക്കുന്നത്. അറിയാത്തവനെ എങ്ങനെ ഏൽപ്പിക്കും? അറിയാൻ താല്പര്യമില്ലാത്തവനെ എങ്ങനെ പഠിപ്പിക്കും? നമുക്ക് ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെയോ? ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. കർത്താവിനെ കറ്റങ്ങൾ ഉയർത്തി മഹത്വപ്പെടുത്തി. അപ്പൊ അധികം എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞേ, അധികം എന്നോട് സംസാരിക്കണം അപ്പ. ആമേൻ. എന്തിനാ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്? കറക്റ്റ് ചെയ്യാനാ. അപ്പൊ അറിയാൻ താല്പര്യമുള്ളവനെ അറിയിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്നത്തെ ഈ അവസ്ഥയുടെ കാരണം താങ്കൾ ദൈവസന്നിധിയിൽ ചോദിച്ചിട്ടിരിക്കുകയാണെങ്കിൽ കർത്താവ് ഫയൽ ഇന്ന് അടിയിന്ന് പൊക്കിയെടുക്കുക കേട്ടോ. ദൈവം വെളിപ്പെടുത്തും. നിഗളിച്ചിട്ട്, 6ാമത്തെ വാക്യത്തിൽ, നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ. അപ്പൊ സാത്താന് വന്നത് ദൈവത്തിന്റെ കോപമല്ല, സാത്താനുണ്ടായത്, പിശാചിനുണ്ടായ ദൈവത്തിന്റെ ശിക്ഷാവിധിയാണ്. ശിക്ഷാവിധി അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നുമുണ്ട്. ശിക്ഷാവിധി എന്നുമുണ്ട്. അപ്പൊ പിശാചിന് നിഗളിച്ചിട്ട് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനുമരുത്. പുതിയ ശിഷ്യന്മാർക്ക് എടുത്തുചാട്ടം കൂടുതലാണ്. ഇച്ചിരിയൊക്കെ കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ ഒരു നെകളം വരും, അല്ലേ? ചെറിയ രീതിയിൽ കർത്താവ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നെകളിക്കാൻ പാടില്ല. ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തരുന്നെങ്കിൽ അതിൽ നിഗളിക്കാൻ പാടില്ല. ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു വളർച്ച കർത്താവ് തരുമ്പോൾ നിഗളിക്കാൻ പാടില്ല. കർത്താവ് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ്, ദൈവം ആദ്യം ചെറിയ രീതിയിലേ ചെയ്യത്തുള്ളൂ. എന്ത് കാര്യവും ഇടുപിടി എന്ന് പറഞ്ഞ് ആരെയും കർത്താവ് വളർത്തിയ ചരിത്രം ഇല്ല. ബൈബിൾ അതിന് തെളിവ് തരുന്നില്ല. വർഷങ്ങൾ ട്രെയിൻ ചെയ്ത് അവരുടെ നിപ്പ് നോക്കി, നടപ്പ് നോക്കി, അവരുടെ ക്യാരക്ടർ നോക്കി, വിശ്വസ്തത നോക്കിയേ ദൈവം നമ്മളെ വളർത്തത്തുള്ളൂ. അത് ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക, ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏത് കാര്യവും ഞാൻ കേവലം ഈ ഒരു ആത്മീയ കാര്യത്തെക്കുറിച്ച് മാത്രമല്ല പറയും. നമ്മുടെ ഏത് മേഖലകളിലും ദൈവം നമ്മളെ നോക്കിയിട്ടേ നമുക്ക് വളർച്ച തരത്തുള്ളൂ, പ്രാർത്ഥനയുടെ മറുപടിയും തരത്തുള്ളൂ. അപ്പോൾ നിഗളിച്ചിട്ട് പിശാചിന് വന്ന നമ്മുടെ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കണം, പൂർണ്ണ ഗൗരവത്തോടെ സൂക്ഷിക്കണം. നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും സൂക്ഷിക്കണം. മനസ്സാണ് എല്ലാത്തിൻ്റെയും ആധാരം. ആ മനസ്സിനകത്ത്, ആ ഹൃദയത്തിനകത്ത് ആ നിഗളം കയറിയിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ. അപ്പോൾ നമ്മൾ ആദ്യം കുടുങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത് പിശാചിൻ്റെ കെണിയാകുന്ന നിഗളത്തിനകത്താണ്. കാരണം സാത്താൻ ഒരു ലൈഫിൽ പ്രവേശിച്ചാൽ അവൻ്റെ ക്യാരക്ടറാണ് ഇഞ്ചെക്റ്റ് ചെയ്യുക. ഒരു വ്യക്തിയിൽ അവൻ്റെ ക്യാരക്ടറാണ് ഇഞ്ചെക്റ്റ് ചെയ്യുക. അവൻ്റെ ക്യാരക്ടർ നമ്മിൽ കയറിക്കഴിഞ്ഞാൽ ഒരു മെഡിസിനും ഇപ്പം നിങ്ങൾക്കൊരു പനി വന്നു, നിങ്ങൾക്കിപ്പോൾ ഒരു ഡോളോയുടെ ഇഞ്ചക്ഷനോ ഒരു ടാബ്ലറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോളോയുടെ ഒരു ഡ്രിപ്പ് ഇട്ടു എന്ന് പറഞ്ഞ് ഉടനെ നിങ്ങൾക്ക് പനി മാറുന്നൊന്നുമില്ല. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ആ പ്രോസസ്സിങ്ങിന് കുറച്ച് സമയമെടുക്കും. അതിനുശേഷമേ നിങ്ങൾ മെല്ലെ നിങ്ങൾ റിക്കവറായും റിലീഫായും വരുന്നുള്ളൂ. ഇതുപോലെയാണ് സാത്താൻ ഒരു ലൈഫിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സഡൻലി അതിൻ്റെ ആക്ഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല. അവൻ അതിനകത്തിരുന്ന് എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം മെല്ലെ ആയിരിക്കും കാര്യം. പക്ഷേ ഒരാത്മീയനെ സംബന്ധിച്ച് അവനുള്ള ഏറ്റവും വലിയ ഒരു കൃപ എന്താണെന്ന് ചോദിച്ചാൽ, സാത്താനകത്ത് കടക്കുമ്പോൾ തന്നെ സ്മെല്ലിയും ശ്വാസിക്കും പുറത്ത് കളയും. പലരും വെച്ച് പൊറുപ്പിക്കും, പക്ഷെ ഒരാത്മീയനാണെങ്കിൽ പുറത്ത് കളഞ്ഞിരിക്കും. ഒരാത്മീയനാണ് ആ വീടിനകത്ത് താമസിക്കുന്നതെങ്കിൽ, ഒരാത്മീയ ശക്തിയുള്ള വ്യക്തിയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ, കാരണത്തെ തൊടുന്നതിന് മുൻപ് അതിൻ്റെ കാരണക്കാരനെ കയ്യിലെടുക്കും. കാരണക്കാരനെ കയ്യിലെടുത്ത് അതിനെ ഹാൻഡിൽ ചെയ്യും. നിഗളിച്ചിട്ട് പിശാചിന് വന്ന കെണി സാത്താൻ എല്ലായിടത്തും വെക്കുന്നതാ. കുടുങ്ങണമെങ്കിൽ ഞാൻ അതിനകത്ത് പോയി വീഴണം. ശരിയല്ലേ?
കെണി പിശാച് എല്ലായിടത്തും വെക്കുന്നതാ. കുടുങ്ങണമെങ്കിൽ ഞാൻ അതിൽ വീഴണം. റോഡിൽ നമ്മൾ പോകുന്ന സമയത്ത് ഞാൻ പോകുന്ന റോഡാന്ന് പറഞ്ഞിട്ട് എനിക്ക് എല്ലായിടവും ടാറിട്ട് വെച്ചിട്ടൊന്നുമില്ല. എത്രയോ കുണ്ടും കുഴിയും തരണവും ചെയ്താൽ ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ. പക്ഷേ എല്ലാ കുഴികളിലും നമ്മൾ കൊണ്ട് വണ്ടി ഇറക്കാറുണ്ടോ? ഇല്ല. എനിക്ക് ഒഴിഞ്ഞു മാറി പോകാൻ കഴിയുന്നിടത്ത് ഞാൻ എന്ത് ചെയ്യും? കുഴിയിൽ നിന്നും മാറ്റി ഞാൻ എൻ്റെ സ്ഥലത്ത് ഞാൻ പോയി ചേരും. ഇതുപോലെയാണ് കുടുക്കും കുഴിയും കെണിയും എല്ലാം സാത്താൻ എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട്. അത് ഓഫീസിലും വെച്ചിട്ടുണ്ട്, കുടുംബത്തിലും വെച്ചിട്ടുണ്ട്, അത് സഭയിലും വെച്ചിട്ടുണ്ട്, സമൂഹത്തിലും വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഇറങ്ങിപ്പോകുന്ന റോഡിലും വെച്ചിട്ടുണ്ട്, കടയിലും വെച്ചിട്ടുണ്ട്, എല്ലായിടവും വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ ഒഴിഞ്ഞ്, അതിന് കീഴടങ്ങാതെ, അതിൻ്റെ മേൽ പോയി വീഴാതെ, അവന് കുടുക്കാൻ കണക്കിന് കൊണ്ട് വെച്ചു കൊടുക്കാതെ അതിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോകുന്നവനാണ് അഭിഷേകമുള്ളവൻ, അവനാണ് ആത്മീയൻ. ആമേൻ. നിഗളിച്ചിട്ട് ആ ഒരു ഇമോഷൻ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, ഒരു അഹങ്കാരം, ഒരു നിഗളം, സാധാരണക്കാരെ കാണുമ്പോൾ ഒരു പുച്ഛം, പാസ്റ്റർമാരെ കാണുമ്പോൾ ഒരു പുച്ഛം, പാസ്റ്റർമാർ റോഡിൽ നിന്ന് പ്രസംഗിക്കുന്നത് കാണുമ്പോൾ ഒരു പുച്ഛം, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ നുരഞ്ഞു പൊങ്ങി വരുന്ന വികാരങ്ങളാണ്. എല്ലാവരും അല്ലതാനും ഇവരിവിടേക്ക് നിന്ന് പ്രാർത്ഥിച്ച് ഇവർക്കൊക്കെ വല്ലതും കിട്ടുമോ എന്ന് ചിന്തിക്കുന്ന ആത്മീയരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. പ്രൈസ് ടു ജീസസ്. അവരുടെ ആത്മശക്തിയൊക്കെ ഒന്ന് വേറെയാ. പബ്ലിക് റോഡിൽ, കവലയിൽ ആരും ശ്രദ്ധിക്കാത്ത പോലെ നിന്ന്, എന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് തൊണ്ട വലിച്ചു കീറി സുവിശേഷം പ്രസംഗിക്കുന്നു. പക്ഷെ അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല. കുഞ്ഞെ ശ്രദ്ധിക്കാൻ ഒരുത്തനെയെങ്കിലും അവിടെ കൊണ്ട്, കാക്കയെങ്കിലും കൊത്തി അവിടെ കൊണ്ടിടും. ഒരുത്തനെ ഏതെങ്കിലും വീട്ടിനകത്തിരുന്നായിരിക്കും, അല്ലെങ്കിൽ വല്ല ബാർബർ ഷോപ്പിൽ ഇരുന്നായിരിക്കും അവൻ ശ്രദ്ധിക്കുന്നത് ആ പ്രസംഗം. എവിടെയെങ്കിലും കാണാം ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഒരാളെങ്കിലും. ആ സമാധാനവും പ്രാപിച്ചു പോവും, ആ ദൈവദാസന് അതിൻ്റെ കൂലി കിട്ടുകയും ചെയ്യും. ഹല്ലേലൂയ. നിഗളം, പുച്ഛം, അഹങ്കാരം നമ്മുടെ ഉള്ളിൽ നുരഞ്ഞു പൊങ്ങുമ്പോൾ തന്നെ, ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് മെല്ലെ 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 കയറുന്ന സാധനമാണെന്ന്. മെല്ലെ മെല്ലെ കയറുമ്പോൾ അവിടെ വെച്ച് അതിനെ കത്തിച്ച് കളഞ്ഞില്ലെങ്കിൽ, അവിടെ വെച്ച് അതിനെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അത് വളർന്ന് 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 ഒരു വല്ലാത്തൊരു ബദാം വൃക്ഷം പോലെ ആയി മാറും. നിന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലം കായ്ക്കണമെങ്കിൽ ആകാത്ത കളകളെ നമ്മൾ പിഴുത് ദൂരെ എറിഞ്ഞേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നിഗളിച്ചിട്ട് പിശാചിന്റെ കെണിയിൽ കുടുങ്ങരുത് എന്ന് ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിക്കുന്നു. നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും അരുത്. നിന്നയിലും പിശാചിന്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ. ഈ നിന്ന എന്ന് പറയുന്നൊരു കാര്യം, പരിഹാസം എന്ന് പറയുന്ന കാര്യം, മറ്റുള്ളവരുടെ മുമ്പിൽ തരം താഴ്ത്തുന്ന ഒരു കാര്യം സാത്താൻ കൊണ്ടുവരുന്ന നിങ്ങൾക്കറിയാവോ? അതൊരു കുടുക്കാന്നറിയാവോ? നിഗളം എന്ന് പറയുന്നത് ഒരു കെണിയും നിന്ന എന്ന് പറയുന്നത് ഒരു കുടുക്കുമാണ്. ഹല്ലേലൂയ. നിങ്ങളെ ആരെങ്കിലും നിന്ദിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങളെ ആരെങ്കിലും പുച്ഛിക്കുന്നുണ്ടോ? നിങ്ങളെ ആരെങ്കിലും ഇകഴ്ത്തുന്നുണ്ടോ? നിങ്ങളെ ആരെങ്കിലും വില തരാതെ സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആ ഒരു നിന്നാഭാരത്തിലാണോ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നത്? ഇതൊരു കുടുക്കാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ആ കുടുക്കിനെ പൊട്ടിക്കാൻ ദൈവം നിനക്കൊരു അഭിഷേകം തരും. ആ കുടുക്കിനെ പൊട്ടിക്കാൻ ദൈവം ഒരു അഭിഷേകം തരും. സ്വന്തം വീട്ടിൽ തന്നെ സാത്താൻ നിന്നയെ ഓപ്പറേറ്റ് ചെയ്യും. സ്വന്തം കുടുംബത്തിനകത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യും. ഞാൻ ഈ പറഞ്ഞ എല്ലാ മേഖലകൾക്കകത്ത്, ഓഫീസിലാകട്ടെ, നിങ്ങൾ വർക്ക് ചെയ്ത് ഏത് പ്രിമിസസിലാകട്ടെ ഓപ്പറേറ്റ് ചെയ്യും. പക്ഷേ അതൊരു കുടുക്ക. എന്തിനാ? നീ മാനസികമായി തളരാൻ. മനസ്സിനും ആത്മാവിനും ഒരുപോലെ ബലമുണ്ടെങ്കിലേ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒന്നിരുന്ന് പ്രാർത്ഥിക്കാനെങ്കിലും പറ്റത്തുള്ളൂ. കുടുക്ക് നിന്റെ മനസ്സിനെ തൊടുമ്പോൾ കെണി നിന്റെ ജീവിതത്തെ തൊടും. കുടുക്ക് നിന്റെ മനസ്സിനെ പിടിക്കുമ്പോൾ കെണി നിന്റെ ജീവിതത്തെ പിടിക്കും. രണ്ട് ലെയറാ. കുടുക്ക് നിന്റെ മനസ്സിനെ തളർത്തുമ്പോൾ കെണി നിന്റെ അവയവങ്ങളെ തളർത്തും. ഹല്ലേലൂയ. കുടുക്കിൽ പെട്ടുപോയ ഒരു വ്യക്തി ഊരാൻ ശ്രമിക്കും. പക്ഷെ കെണിക്കകത്ത് വീണുപോയ ഒരു വ്യക്തിക്ക് ഐ ഡോണ്ട് നോ കയറാൻ പറ്റുമോ എനിക്കറിയില്ല. പക്ഷേ അവൻ വെച്ചിരിക്കുന്ന കെണിയെങ്കിലും, അവൻ വെച്ചിരിക്കുന്ന കുടുക്കെങ്കിലും പൊട്ടിച്ചു പുറത്തു കൊണ്ടുവരുവാനും പൊട്ടിച്ചു പുറത്തു വരുവാനും നമുക്കൊരു പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ശക്തിയുണ്ട്. ആ ശക്തിയെ ഓപ്പറേറ്റ് ചെയ്യാൻ ഇന്നെങ്കിലും ഒരു തീരുമാനമെടുക്കുന്നവന്റെ മേൽ സ്വർഗമാ ദൈവിക ബലം പകരാൻ പോകുകയാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം പറയുന്നത് നോക്കിയേ. പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം ഓ ഹല്ലേലൂയ, അതിൻ്റെ 2-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. കർത്താവും
രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാളും വഷളായിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ കുടുക്കുകൾക്കകത്തും പരാജയങ്ങൾക്കകത്തും നമ്മൾ പെട്ടുപോകുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവും നമുക്ക് ഒരു ഡെലിവറൻസ് വന്നത് എവിടെ നിന്നാണെന്നറിയാവോ? നമ്മൾ എത്രയോ പ്രാവശ്യം ഡെലിവറൻസ് അനുഭവിച്ചിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം വിടുതൽ അനുഭവിച്ചിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം പരിശുദ്ധാത്മ സാന്നിധ്യവും സന്തോഷം അനുഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാവോ? കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം നമ്മുടെ മേൽ പ്രവേശിച്ചത് കൊണ്ടാണ്. പ്രവേശിക്കേണ്ടത് പ്രവേശിച്ചാലേ വർക്കൗട്ട് ആകേണ്ടത് വർക്കൗട്ട് ആകത്തുള്ളൂ. പ്രവേശിക്കേണ്ടത് നമ്മുടെ മേൽ പ്രവേശിച്ചാലേ ആക്ടിവേഷൻ നടക്കേണ്ട മേഖലകൾ ഇനിയും ആക്ടിവേഷൻ നടക്കത്തുള്ളൂ. ക്രിസ്തീയ ജീവിതത്തിൽ പൊടുന്നനവേ ഒന്നും നടക്കുന്നതായിട്ടൊന്നുമില്ല. വർഷങ്ങളെടുത്ത് ദൈവം നമുക്ക് ഓപ്പണാക്കി തരുന്നതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. അല്ലാതെ ഉടനെ ചെന്നിട്ട് ഉള്ള ഒരു പരിപാടിയും ക്രിസ്തീയ ജീവിതത്തിനകത്തില്ല. ഹല്ലേലൂയ. വചനം പറയുന്നു, കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ. വീണ്ടും കുടുക്ക് വരുന്നത് എങ്ങനെയാ? നമ്മുടെ ജീവിതത്തിനകത്ത് പ്രവേശിക്കാൻ പാടില്ലാത്തത് വരുമ്പോഴാണ്. ഇപ്പം ഞാനിവിടെ ഈ റൂമിനകത്തിരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. എന്നെ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടി പുറത്തൊരു വ്യക്തി തീ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുക ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. ടയറും കുറേ തുണികളും എല്ലാം കൂടെ വാരിയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും ആ പുകയ്ക്കകത്തുനിന്ന്. ആ പുക എന്ത് ചെയ്യും? ഇതിനകത്തൂടെ ഈ വെന്റിലേഷനിലൂടെയൊക്കെ അകത്ത് കയറി എന്നെ അസ്വസ്ഥപ്പെടുത്തും. അതെനിക്ക് ശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല. അതിന് പകരം ഞാൻ എന്തോ ചെയ്യും? ഞാൻ നേരെ ചെന്ന് അവർ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടൊരു തീയായിരിക്കാം. ഞാൻ ചെന്ന് അതിനെ നശിപ്പിക്കാൻ പോവല്ല ചെയ്യുന്നത്. എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ആ ബാഡ് സ്മെൽ, ആ വായുവിനെ പുറത്ത് കളയാൻ വേണ്ടി എനിക്ക് തുറക്കാൻ കഴിയുന്ന വാതിലുകളെ തുറന്നു കൊടുക്കും. ഇതേ അന്തരീക്ഷത്തിനകത്ത് ബാഡ് സ്മെല്ല് മാത്രമല്ല കയറുന്നത്, ഇതേ അന്തരീക്ഷത്തിനകത്ത് ഫ്രഷ് എയറും കയറും. അതിന് ഞാൻ തുറക്കേണ്ട വാതിൽ തുറന്നു കൊടുത്താൽ മാത്രം മതി. ഒരിക്കൽ നമ്മൾ മാലിന്യം വിട്ടോടിയവരാണ്. വീണ്ടും നമ്മെ അതേ മാലിന്യത്തിനകത്തേക്ക് കൊണ്ടുപെടുത്താൻ, അല്ലെങ്കിൽ അതേ മാലിന്യത്തിനകത്ത് കുടുക്കാനും ശത്രു കെണിവെക്കരുതെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാനൊക്കത്തില്ല. അവനൊരു സമയം ഈ ഭൂമിയിലുണ്ട്. അതുവരെ അവനിങ്ങനെ തിരിഞ്ഞ് ചുറ്റി നടക്കും. പക്ഷേ എനിക്കതിൽ നിന്ന് ഒഴിവാകാൻ കഴിയും, എനിക്കതിനെ ഒഴിവാക്കാൻ കഴിയും, എനിക്കതിനെ ഒഴിച്ചു മാറ്റാൻ കഴിയും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും, ആ ബലം ഉള്ളതുകൊണ്ടല്ലേ അതിനെ ചവിട്ടാനുള്ളൊരു സ്പെഷ്യൽ പവർ കർത്താവ് നമുക്ക് തന്നത്. അവനുള്ള ബലമല്ല നമുക്ക് തന്നേക്കുന്നത്, അവനെ ചവിട്ടാനുള്ള ബലമാണ് നമുക്ക് തന്നിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ. അവൻ്റെ അതേ ചിന്തയല്ല നമുക്ക് തന്നിരിക്കുന്നത്, അവൻ്റെ ചിന്തയുടെ മേൽ ചവിട്ടാനുള്ളൊരു അസാധാരണമാകുന്ന ദൈവിക ചിന്തയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അവൻ്റെ പ്രവൃത്തികളല്ല നമുക്ക് തന്നിരിക്കുന്നത്, അവൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനുള്ള സ്വർഗീയ പ്രവൃത്തികളെയാണ് യേശു നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് സാത്താന്റെ കുടുക്കിനകത്ത് പെട്ടുപോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അവന്റെ ബലമല്ല ദൈവം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത്, അവന്റെ ബലത്തെ തകർക്കുന്ന ഒരു പുതുബലത്തെ ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയുക. സാത്താന്റെ കുടുക്കിനകത്ത് പെട്ടിട്ട് ഇന്നത്തെ തംബ്നെയിൽ നിങ്ങൾ കണ്ടാൽ അറിയാം, ആ കാലിന കയറൂരാൻ പറ്റാതെ ആ മനുഷ്യന്റെ ശരീരം മുഴുവൻ ബന്ധിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ തംബ്നെയിൽ കണ്ടോ, പോസ്റ്റർ കണ്ടോ? ആ ശരീരം മുഴുവൻ ബന്ധിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അവനെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത പോലെ അവന്റെ കാലിനെ ഒരു കയറ് കെട്ടിയേക്കുക. നിനക്ക് മാലിന്യത്തിൽ പോകാൻ ആഗ്രഹമില്ല, നിനക്ക് മാലിന്യത്തിൽ നിന്ന് പുറത്തു വരാനാ താല്പര്യം, നിനക്ക് ആ ബന്ധനത്തിനകത്ത് കിടക്കാൻ താല്പര്യമില്ല, അതിൽ നിന്ന് പുറത്തു വരാനാ നിനക്ക് താല്പര്യം. നിനക്ക് ഈ കുടുക്കിനകത്ത് ഇനി പെട്ടിരിക്കാൻ താല്പര്യമില്ല, അതിൽ നിന്ന് പുറത്തു വരാനാ താല്പര്യം. പക്ഷേ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ് നിന്റെ കാലിന്മേലിട്ടിരിക്കുന്ന ഒരു കെട്ട്, കയറിന്റെ ബലമല്ല മനുഷ്യ ദൈവം നിന്റെ മേൽ തന്നിരിക്കുന്നത്. കയറിന്റെ ബലത്തെ പൊട്ടിക്കുന്ന ഒരു സ്വർഗീയ ബലമാ
ദൈവം മനുഷ്യന്റെ മേൽ നൽകിയിരിക്കുന്നത്. കുടുക്കിന്റെ ബലമല്ല ദൈവം മനുഷ്യന് തന്നിരിക്കുന്നത്, കുടുക്കിനെ പൊട്ടിക്കുന്ന ഒരു സ്വർഗീയ ശക്തിയാണ് ദൈവം മനുഷ്യന് തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ ലോകത്തിന്റെ കയറുമായിട്ട് നിങ്ങൾ മുട്ടിച്ചു നോക്കണ്ട. ഞാൻ അകത്തെ മനുഷ്യന്റെ ബലത്തെക്കുറിച്ചും സാത്താന്റെ കയറുകളെക്കുറിച്ചുമാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. വിട്ടോടിയവർ വീണ്ടും അതിൽ കുടുങ്ങി തോറ്റുപോയാൽ, കർത്താവ് എന്നോട് വ്യക്തമായി പറയുന്നു, കുടുക്കിൽ പെടുത്തുന്നതെ തോൽപ്പിക്കാനാ. കുടുക്കിൽ പെടുത്തുന്നതെ തോൽപ്പിക്കാനാ. ആമേൻ. നീ തോൽക്കണമെന്നുള്ളത് സാത്താന്റെ ആഗ്രഹമായിരിക്കുമ്പോൾ, ക്രൂശിൽ സാത്താനെ ജയിച്ച കർത്താവിന്റെ ആഗ്രഹം നീ ജയിക്കണമെന്ന. നീ കുടുംബജീവിതത്തിൽ ഒരു തോൽവിയാണെന്ന് കേൾപ്പിക്കുന്നതാ പിശാചിന് ഇഷ്ടം. നീ ശുശ്രൂഷയിൽ ഒരു തോൽവിയാണെന്ന് കേൾപ്പിക്കുന്നതാ സാത്താന്റെ തന്ത്രം. നീ ജീവിതത്തിലെ ഒരു തോൽവിയാണെന്ന് കേൾപ്പിക്കുന്നതാ പിശാചിന് ഇഷ്ടം. പക്ഷെ ജയിപ്പിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കരങ്ങളിലുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അവർ പറയും, ഞാൻ ക്രൂശിൽ തോറ്റ് പിന്മാറിയ കർത്താവിന്റെ മകനല്ല, ഞാൻ ക്രൂശിൽ സാത്താന്റെ തല തകർത്ത യേശുവിന്റെ സന്തതിയാ. അവൻ ക്രൂശിൽ ദുഃഖാചരണം നടത്തിയെന്നല്ല എഴുതി വെച്ചേക്കുന്നത്, അവൻ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഈ ജയോത്സവം ക്രിസ്തുവിനെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നവന് എല്ലാ ദിവസവുമുള്ള ജയോത്സവമാണ്. ആ ക്രൂശിന്റെ ജയത്തിന്റെ ശക്തി ഇപ്പോൾ ഇതിനകത്ത് വ്യാപരിച്ചു തുടങ്ങും. പിശാച് കുടുക്കിലാക്കി വെച്ചിരിക്കുന്ന ജനത്തിന്റെ ജീവിതത്തിൽ ക്രൂശിന്റെ ജഗത്തിന്റെ ശക്തി വെളിപ്പെടും. പിശാച് കെണിയിൽ അകപ്പെടുത്തി വെച്ചിരിക്കുന്നവരെ ക്രൂശിന്റെ ശക്തി ആ കെണിയെ പൊട്ടിക്കും. പിശാച് അമർച്ച ചെയ്ത് വെച്ചിരിക്കുന്നവരെ ക്രൂശിൽ വെളിപ്പെട്ട ജയോത്സവത്തിന്റെ ശക്തി സ്വതന്ത്രമാക്കും. കുടുങ്ങിയാൽ തോൽക്കും കുഞ്ഞെ, കുടുങ്ങിയാൽ തോക്കും. ഞാൻ കുടുങ്ങാൻ തയ്യാറല്ല എന്ന് പറയുന്നവർ മാത്രം ഒന്ന് കരങ്ങൾ ഉയർത്തി ഞാൻ കുടുങ്ങാൻ തയ്യാറല്ല എന്നൊന്ന് പറഞ്ഞേ. കുടുങ്ങിയാൽ തോൽക്കും, തോറ്റിരിക്കും. പക്ഷേ നീ കുടുങ്ങാനല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി ദൈവം വിളിച്ചത്. പത്രോസിനെ കുടുങ്ങാനാണോ വിളിച്ചേ? ശിംശോനെ കുടുങ്ങാനാണോ വിളിച്ചേ? പുള്ളി തലകൊണ്ട് വെച്ചു കൊടുത്തതാ. ശലോമോനെ പിന്മാറാനാണോ വിളിച്ചേ? അല്ല. എന്തോരം പുസ്തകങ്ങൾ എഴുതി, പക്ഷെ കുറച്ചു കാലം പിന്മാറ്റത്തിൽ പോയി. ഹല്ലേലൂയ. ഒന്നിനും എന്നെ കർത്താവ് വിളിച്ചത് മിനിസ്ട്രിയിൽ പരാജയപ്പെടാനല്ല, പക്ഷെ വേണമെങ്കിൽ എനിക്ക് പരാജയപ്പെടാം. താങ്കളെ ദൈവം വിളിച്ചത് ആത്മീയ ജീവിതത്തിൽ അധപ്പതിച്ചു പോകാനല്ല, വേണമെങ്കിൽ അധപ്പതിക്കാം. നമ്മളെ കർത്താവ് പഠിപ്പിക്കുന്നത് നല്ലത് തിരഞ്ഞെടുക്കാനാ, ചീത്ത തിരഞ്ഞെടുക്കാനല്ല. വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. കർത്താവ് അവിടെ പഴത്തിന്റെ മരമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞു. വേണമെങ്കിൽ എടുക്കാം. നീ എടുത്തതാ ഈ പ്രശ്നം. ഇപ്പോ എടുത്തതാ ഈ പ്രശ്നം. എന്റെ സെലക്ഷൻ അകത്താണ് എന്റെ ലൈഫ് ഇരിക്കുന്നത്. എൻ്റെ സെലക്ഷനകത്ത് എൻ്റെ ലൈഫ് ഇരിക്കും. ഞാൻ എന്തകത്തേക്ക് കൊടുക്കുവോ അതേ എൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് കാണിക്കുകയുള്ളൂ. ഞാൻ എല്ലാ ദിവസവും ബട്ടറേ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ബട്ടർ അടിച്ചുകൊണ്ടിരുന്ന ഞാനൊരു ബട്ടർ ബോയ് ആയി മാറും. ഇന്ന് കുഴപ്പമില്ല, നാളെ കുഴപ്പമില്ല, മറ്റന്നാൾ കുഴപ്പമില്ല, പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരീരം അതിൻ്റെ പ്രവൃത്തി കാണിച്ചു തുടങ്ങും. രക്തം അതിൻ്റെ സ്വഭാവം കാണിച്ചു തുടങ്ങും. അന്നേരം പോയി കുത്തിപ്പരിശോധന നടത്തുമ്പോഴാണ് ഇയാളെ ശരീരത്തിൽ നിന്ന് രക്തം കിട്ടുന്നില്ല, ബട്ടർ മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നത്. മോനെ, നീ ബട്ടർ ബോയ് ആയി ഇരിക്കരുത്, നീ അമൂൽ ബേബി ആയിട്ട് ഇരിക്കരുത്. പാല് കുടിക്കേണ്ട ഒരു ടൈമുണ്ട്, കട്ടിയുള്ളത് കഴിക്കേണ്ട ടൈമും ഉണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ആമേൻ, ആമേൻ. നമ്മുടെ സെലക്ഷൻ, എന്നെ ആത്മീയമായി വളർത്തുന്ന സന്ദേശങ്ങളെ ഞാൻ സെലക്ട് ചെയ്താൽ എനിക്ക് ആത്മീയമായി വളരാൻ പറ്റൂ. എന്നെ ആത്മീയമായി വളർത്തുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ടാലേ എനിക്ക് ആത്മീയമായി വളരാൻ പറ്റൂ. ഞാൻ ഒറ്റ വ്യക്തിയായിട്ട് ബന്ധപ്പെടുന്നുള്ളൂ, അത് ദൈവത്തിൻ്റെ ആത്മാവായിട്ടാണ്, വേറെ ആരുമായിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിനെ വളർത്താൻ ഏറ്റവും നല്ലത് ദൈവം തന്നെ കേട്ടോ. ഇതിനെ വളർത്താൻ ഏറ്റവും നല്ല ദൈവം തന്നെ. വേറെ ആരെങ്കിലും ആയിട്ടൊക്കെ നമ്മൾ
സഹകരിച്ച പിന്നെ അവരുടെ ഇൻസ്ട്രക്ഷനും കൂടെ നമ്മൾ അനുസരിക്കേണ്ടി വരും. ഈ പുസ്തകത്തിനകത്ത് വെച്ചേക്കുന്ന നിയമത്തെക്കാൾ വേറൊരു നിയമം ദൈവത്തിൽ നിന്നല്ലെങ്കിൽ അത് എടുക്കാതിരിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. വിട്ടോടിയവർ, ആദ്യത്തെ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? പഴയ അവസ്ഥ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ വരിക എന്നല്ലേ? അയ്യോ, അല്ലേ? ഒരിക്കൽ വിട്ടുപോയ ഭൂതം പിന്നെ നിങ്ങളുടെ ജീവിതത്തെ അറ്റാക്ക് ചെയ്തിട്ടില്ലേ? ഒരിക്കൽ വിട്ടുപോയ ബാധ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? ഒരിക്കൽ വിട്ടുപോയ രോഗം പിന്നെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? ഒരിക്കൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്ത കേസ് പിന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ലേ? നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച കേസിൽ പിന്നെ നിങ്ങൾ കുടുങ്ങിയിട്ടില്ലേ? ഒരിക്കൽ നമ്മൾ ഉപേക്ഷിച്ച സ്വഭാവം പിന്നെ നിങ്ങൾ എടുത്തിട്ടില്ലേ? അതെന്താ അത്? അപ്പൊ ആദ്യം നടന്നത് വിടുതലല്ലേ? ലോകം അവസാനിക്കുന്നിടത്തോളവും ഈ സാധനം നമ്മെ പിന്നെയും അറ്റാക്ക് ചെയ്യാൻ വരും. ആരും കരുതരുത് പിശാച് പൂർണ്ണമായിട്ട് നമ്മളെ വിട്ട് മാറിയെന്ന്. നമ്മൾ എല്ലാ ദിവസവും അവനെതിരെ അതുകൊണ്ടല്ലേ നഹൂം പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, നിങ്ങൾ അരമുറുക്കിക്കൊള്ളുക, കോട്ട കെട്ടി കാത്തുകൊള്ളുക, സംഹാരകൻ നിനക്കെതിരെ വരുന്നു. അരമുറുക്കുക, കോട്ട കാത്തുകൊള്ളുക. നമ്മൾ അരമുറുക്കാൻ ഒരാളുടെ അടുത്ത് ഏൽപ്പിക്കും, കോട്ട കാക്കാൻ വേറൊരാളെ ഏൽപ്പിക്കും. എന്നിട്ട് നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങും, നമ്മൾ പർച്ചേസിന് നടക്കും, നമ്മൾ ആരാധനയെ പങ്കെടുക്കുകയല്ല, നമ്മൾ ദൈവവചനം കേൾക്കുകയല്ല, നമ്മൾ കൂട്ടായ്മയിലില്ല. പിന്നെ വല്ല പോരാട്ടം വരുന്ന സമയത്ത് പാസ്റ്ററുടെ നമ്പർ തപ്പും, പാസ്റ്ററെ വിളിക്കും. ഹേ, നീ കെട്ടേണ്ട കോട്ട നീ കെട്ടണം. 1000 പാസ്റ്റർമാരെ വിളിക്കും. സംഹാരകൻ നിനക്കെതിരെ വരുന്നു. പാസ്റ്റർ പ്രാർത്ഥിച്ച പാസ്റ്റർക്ക് കൊള്ളാം. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ, ഞാൻ എന്നെ കാക്കുന്ന കൂട്ടത്തിൽ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ, അതാ നിനക്ക് ഫലം ചെയ്യുന്നത്. എന്റെ ഷെഡ്യൂളുകളിൽ വ്യത്യാസം വരുത്താതെ തമ്പുരാൻ നമ്മുടെ കാര്യത്തിൽ ഇടപെടത്തില്ല. ഹല്ലേലൂയ. കുടുങ്ങല്ലേ വീണ്ടും കുടുങ്ങാൻ കൊണ്ട് നമ്മുടെ ചിന്തയില്ലാത്ത തല കൊണ്ട് വെച്ചു കൊടുക്കല്ലേ. ദൈവവചനത്തിനകത്തേക്ക് നിങ്ങൾ നോക്കൂ. വീണ്ടും കുടുങ്ങിയാൽ മോനെ, അവൻ മടുപ്പ് മനുഷ്യനേ ഉള്ളൂ. മടുപ്പ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. മരവിപ്പ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. മടുക്കാതെ വീണ്ടും കുടുക്കുണ്ടാക്കാൻ പുള്ളി അഗ്രഗണ്യനാ. ഈ കുടുക്കിൽ അവൻ വിട്ടില്ലേ, അവൻ ഈ കുടുക്കിൽ നിന്ന് ചാടിയോ, അതിനേക്കാൾ വലിയൊരു അതല്ലേ ലൂക്കോസിൽ സംഭവിച്ചേ. ദുരാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയി, എന്നിട്ടത് നീരില്ലാത്ത സ്ഥലത്ത് അന്വേഷിച്ച് നടന്നു. പുള്ളി വീട്ടിൽ വന്നു. ആദ്യത്തെ ചുറുചുറുക്കിൽ, ആദ്യത്തെ സ്പിരിറ്റിൽ, ആദ്യത്തെ സന്തോഷത്തിൽ വീട് മുഴുവൻ അടിച്ചു വാരി അലങ്കരിച്ച് വൃത്തിയാക്കിയിട്ടു. ആ പോയ സാധനം ഇവിടെ എങ്ങും വെള്ളം കിട്ടുന്നില്ല. മറ്റേ ബോഡിയിലിരുന്നപ്പോൾ നല്ല സുഖമായിരുന്നു, എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നതാ. ഞാൻ ഹാപ്പി ആയിരുന്നു, സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് എനിക്ക് ഇരിക്കാൻ മേലായിരുന്നു. അങ്ങനത്തേക്ക് പറഞ്ഞാൽ ആ ഭൂതം വീണ്ടും തിരിച്ചു വന്നപ്പോൾ ദേണ്ട പുള്ളിക്ക് കയറാൻ പറ്റുന്നില്ല. വീട് മുഴുവൻ അടിച്ചു വാരി അലങ്കരിച്ചും വൃത്തിയാക്കിയും പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക. ആയിട്ട് അങ്ങനെ ഇരിക്കുക. പക്ഷേ പുള്ളി പോയിട്ട് അവിടെ ഇപ്പോൾ കയറാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാമെന്നൊന്നും പറഞ്ഞില്ല. പുള്ളിക്ക് എപ്പോഴും എളുപ്പം എന്നാണെന്നറിയാവോ? ആദ്യം ഇരുന്ന ബോഡി തന്നെ പിന്നെയും ഇരിക്കുന്നതാ. ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നവനെ തന്നെ പിന്നെ ഉപയോഗിക്കുന്ന. പിന്നെ വേറൊരാളെ ട്രെയിൻ ചെയ്യണ്ടല്ലോ. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? ആദ്യം ഇരുന്നിടത്ത് തന്നെ ആദ്യം ഫേസ്ബുക്ക് നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാം കുറച്ചുകൂടെയൊക്കെ ഇതായ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ഇൻസ്റ്റാഗ്രാം പഠിച്ചെടുക്കാൻ കുറച്ച് സമയമെടുത്തു, ഇല്ലേ? അതിലത്തെ ഓപ്ഷൻസ് അതൊക്കെ നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഏത് ആൻഡ്രോയിഡ് ഫോൺ കിട്ടിയാലും നിങ്ങൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും. പെട്ടെന്ന് നിങ്ങൾക്കൊരു ഐഫോൺ കൈ വന്നാലോ കുറച്ച് ദിവസമൊക്കെ എടുക്കും. ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്തവർക്ക് അറിയാൻ പറ്റും, അത് കുറച്ച് സമയം എടുക്കും. തിരിച്ച് ഐഫോണിൽ നിന്ന് വീണ്ടും ആൻഡ്രോയിഡിലേക്ക് വന്നാലോ ആ തല മുഴുവൻ ഐഫോണിൽ കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ ഫങ്ഷൻസിലും മറ്റും കിടക്കുന്നതുകൊണ്ട് ആൻഡ്രോയിഡ് വീണ്ടും പഠിച്ചെടുക്കാൻ നമുക്ക് ഒരു കുറച്ച് ദിവസം. ഇതുപോലെ തന്നെ സാത്താനും ഒരു ബോഡി വിട്ട് പുറത്തു പോയിട്ട് വീണ്ടും അതിലേക്ക് വരുന്നതാ എളുപ്പം. ഒരു കുടുംബം വിട്ട് പുറത്തു പോയിട്ട് വീണ്ടും അതിലേക്ക് വരുന്നതാ എളുപ്പം. അപ്പൊ ഇവൻ വെള്ളം ഇല്ലാതെ അന്വേഷിച്ച് കടന്നപ്പോൾ ഞാൻ ആകെ പട്ടിണി. അവൻ്റെ ബോഡിയിൽ ഇരുന്നപ്പോൾ എനിക്ക് ആവശ്യമുള്ളതല്ല, അവനെ കൊണ്ട് ജയിക്കാൻ പറ്റി, അവനെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റി, അവനെ കൊണ്ട് മറ്റവനൊരു കുത്തു കൊടുക്കാൻ പറ്റി. അതുകൊണ്ട് ഞാൻ വീണ്ടും അവനിലേക്ക് പോകുമെന്ന് പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആദ്യം നല്ല പാട്ടും പ്രാർത്ഥനയും അഭിഷേകമായിട്ടൊക്കെ ഇരുന്നു. പുള്ളി പോയി
കുറച്ചും കൂടെ ബലമുള്ള വലിയൊരു തോട്ടി ഉണ്ടാക്കി. ആദ്യം കൊണ്ടുവന്ന തോട്ടിക്ക് നീളമില്ല, അതുകൊണ്ട് ആ മാങ്ങ പറിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഒരു 2 ഇഞ്ചും കൂടെ അല്ലെങ്കിൽ ഒരു അടിയും കൂടെ നീളമുള്ളൊരു തോട്ടി ഉണ്ടെങ്കിൽ ആ കൊലയോടെ പറിച്ച് താഴെ ഇടാം എന്ന് പറഞ്ഞ് വേറെ പോയി 2-3 ഭൂതങ്ങളെയും കൂടെ കൂട്ടി 7 ആത്മാക്കളെയും കൂടെ കൊണ്ട് പുള്ളിയുടെ ജീവിതം ആദ്യത്തേതിനേക്കാൾ വഷളാക്കി. ആദ്യത്തേതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ശക്തി നിന്നിലുണ്ട്, പിന്നെ വന്ന 7 എണ്ണത്തിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ബലം അപ്പോൾ നിനക്കില്ല എന്നല്ലേ അർത്ഥം. ആദ്യത്തെ പ്രശ്നത്തെ തരണം ചെയ്യാനുള്ള ബലം നിനക്കുണ്ട്, പിന്നെ വന്ന ഒരു 7 പോരാട്ടങ്ങളെ തരണം ചെയ്യാനുള്ളൊരു ബലം നിന്നിൽ ഇല്ല എന്നല്ലേ അർത്ഥം. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളെ ദൈവാത്മാവ് വെളിപ്പെടുത്തി വെച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസത്തെ അഭിഷേകം പോരെ എനിക്ക് ഈ മാസമെന്നും, ഈ തീയതിയിലെ അഭിഷേകം പോരെ എനിക്ക് അടുത്ത മാസമെന്നും, ഈ വർഷത്തിലെ അഭിഷേകം പോരെ എനിക്ക് അടുത്ത വർഷമെന്നും ദൈവത്തിന്റെ ആത്മാവ് ആരോടൊക്കെയോ പറയുന്നു. ഹല്ലേലൂയ. ഒരു കേസ് നീ വല്ലവിധനെയും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ജയിച്ചു. രണ്ടാമത്തെ വിഷയം നിന്റെ ജീവിതത്തിൽ വന്നപ്പോ നീ കിടന്ന് നീന്തുകയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക. ഒരിക്കൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങിപ്പോയാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തനതകളുണ്ടോ? പൈശാചിക ആക്രമണങ്ങളുടെ ആവർത്തനതകൾ. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഇന്നൊരു സ്പെഷ്യൽ പവർ നൽകി നിനക്കതിന്മേൽ ഒരു ജയം തരാൻ ആഗ്രഹിക്കുകയാണ്. അവന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളായിപ്പോയി. അവന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളായിപ്പോയി. അപ്പൊ രണ്ടാമത് എങ്ങനെയാണ് നമ്മൾ കുടുക്കിനകത്തും കെണിക്കകത്ത് അകപ്പെടുന്നത്? ലോകത്തിന്റെ മാലിന്യത്തിനകത്ത് നമ്മൾ വീണ്ടും കുടുങ്ങിപ്പോയാൽ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:1 എല്ലാവർക്കും കാണാപ്പാഠമാണ്, എന്നാലും നമുക്കൊന്ന് വായിച്ചേക്കാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. ഉറച്ചു നിൽപ്പിൻ, ഉറച്ചു നിൽക്കുക, ഉറച്ചു നിൽക്കുക, ഓടാതിരിക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, അതിന് ഏറ്റവും വലിയ തെളിവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതും എന്നെയാണ്. പണ്ട് എന്നെ ഇതൊക്കെ നമ്മൾ അറിയുന്നു, ഇതൊക്കെ സാത്താൻ്റെ ഒരു പ്രലോഭനമാണെന്ന്. ഇവിടെ നിൽക്കുമ്പോൾ തോന്നും അവിടെ പോകണം, അവിടെ നിൽക്കുമ്പോൾ തോന്നും ഇവിടെ പോകണം, മറ്റേ പുള്ളിയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ തോന്നും, ഈ പുള്ളിയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം, അവിടെ നിന്ന് തോന്നും പിന്നെ ഇവിടെ പോകണമെന്ന്, പിന്നെ തോന്നും അവിടെ പോകണമെന്ന്. ഇങ്ങനെ നമ്മളെ ഓടിക്കുന്നത് നമ്മൾ നോർമൽ അല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ നോർമലായ ഒരു ക്രിസ്ത്യൻ ലൈഫ് അല്ല അത് നയിക്കുന്നത്. നമ്മളാകെ എന്തിനാ ഈ പരിഭ്രാന്തപ്പെടുന്നത്? പരിഭ്രാന്തിപ്പെട്ടിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ഗുണമുണ്ടോ? കർത്താവ് ഇങ്ങനെ പറഞ്ഞ, നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ട് 1 മുഴം നീട്ടാൻ പറ്റുമോ? 1 മുഴം കുറയ്ക്കാൻ പറ്റുമോ? നമ്മുടെ തലയിലെ മുടി ഒന്ന് നരപ്പിക്കാൻ പറ്റുമോ? ഒന്ന് കറുപ്പിക്കാൻ പറ്റുമോ? കർത്താവ് ചോദിച്ചതാ വചനത്തിനകത്ത്. നിങ്ങളുടെ തലമുടി പോലെ എണ്ണുന്ന ഒരു കർത്താവിന്റെ മക്കളാ നമ്മളിവിടെ വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ നമ്മൾ എന്തിനാ പരിഭ്രാന്തിപ്പെടുന്നത്? ദൈവം തരാതെ വിടുതൽ ആർക്ക് തരാൻ പറ്റും? ദൈവം കാര്യങ്ങൾക്കകത്തൊരു നീക്കുപോക്ക് വരുത്താതെ ആർക്ക് വരുത്താൻ പറ്റും? ഇന്നത്തെ ഈ സന്ദേശം ദൈവം സംസാരിക്കാതെ എനിക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും? നിങ്ങൾ ചിന്തിച്ചോ? നമ്മുടെ ദൈവം അത്രയും വിശ്വസ്തനല്ലേ? ഉറയ്ക്കുക മോളെ, നിന്റെ വിശ്വാസത്തെ നീ ഉറയ്ക്കുക. നിനക്ക് ദൈവത്തിലുള്ള ആശ്രയത്വത്തിൽ നീ ഉറയ്ക്കുക. നമ്മളാ ഉറയ്ക്കാത്ത. പ്രൈസ് ദി ലോർഡ്. ഉറയ്ക്കുക. ദൈവം നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഉറയ്ക്കുക, അതിനെ ഉറപ്പിക്കുക. ദൈവം തന്നിട്ടുള്ള കൃപകൾ, ദൈവം തന്നിട്ടുള്ള ബന്ധങ്ങൾ, ദൈവം തന്നിട്ടുള്ള താലന്തുകൾ അതിൽ ഉറപ്പിക്കുക. ഉറപ്പിച്ചില്ലെങ്കിലും പ്രശ്നമാണ്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞ ക്രൂശിൽ യേശു നമ്മെ സ്വതന്ത്രരാക്കി. സാത്താൻ്റെ തലമേൽ അസാധാരണമാകുന്ന ജയമെടുത്തത്. ആകയാൽ അതിൽ ഈ ഉറപ്പില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അടിമനുഖത്തിനകത്ത് പിന്നെയും കുടുങ്ങിപ്പോകും. അങ്ങനെ സാത്താനാൽ കുടുങ്ങാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. അങ്ങനെ സാത്താനാൽ കുടുങ്ങാനല്ല കർത്താവ് നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ദൈവത്തോട് പ്രാർത്ഥിച്ചേ, കർത്താവേ, എന്നെ ഉറപ്പിക്കത്തില്ല എന്ന് വാദിക്കുന്ന ശത്രുവിന്മേൽ എനിക്കൊരു ജയം വേണം. ഇന്ന് കർത്താവ് ചിലരെ ഡെലിവർ ചെയ്യാൻ പോവാ. എത്ര പേർക്കൊരു ഡെലിവറൻസിന് ആഗ്രഹമുണ്ട്? യെസ്, നിങ്ങൾ പ്രാർത്ഥിച്ചേ, കർത്താവേ, എന്നെ ആ ഡെലിവറൻസിലേക്ക് നയിക്കണം.
In the Lord, in the power name of Jesus Christ. Hallelujah. നമുക്ക് ദൈവം തന്നതല്ലാതൊന്നുമില്ല. നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. നമുക്ക് തലക്കനം കാണിക്കാൻ, ഹെഡ് വെയിറ്റ് കാണിക്കാനൊന്നുമില്ല. കർത്താവ് തരാതെ ഒന്നുമില്ല. പക്ഷേ ഞാൻ എവിടെയെങ്കിലും നിഗളിച്ചു പോയെങ്കിൽ, ഞാൻ എവിടെയെങ്കിലും അഹങ്കരിച്ചു പോയെങ്കിൽ, നമ്മുടെ സമ്പത്തിൽ നമ്മൾ അഹങ്കരിക്കരുത്, സൗന്ദര്യത്തിൽ അഹങ്കരിക്കരുത്, നമ്മുടെ കഴിവിൽ അഹങ്കരിക്കരുത്, നമ്മുടെ വസ്തുവകകളിൽ അഹങ്കരിക്കരുത്, ബന്ധങ്ങളിൽ അഹങ്കരിക്കരുത്, ഒന്നിലും അഹങ്കരിക്കരുത്. എല്ലാം കർത്താവ് തന്നതേ ഉള്ളൂ. നിനക്കില്ലാത്തതും തരാൻ ദൈവം സന്നദ്ധനാണ്, ശക്തനാണ്. നിനക്കുള്ളതിനെ മാറ്റുവാനും അവിടുന്നേക്ക് കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. രണ്ടും മനസ്സിലാക്കുക. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. അപ്പ തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിലൊന്നുമില്ല. ഒരു വാക്ക് പറഞ്ഞു, അപ്പ അങ്ങ് തന്നതല്ലാതെ എൻ്റെ ജീവിതത്തിലൊന്നുമില്ല. എന്നാൽ അങ്ങ് തന്നതിനെ കൂടെ എന്നിൽ നിന്ന് കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന ശത്രുവിൻ്റെ പ്രവൃത്തികളെ അവിടുന്ന് അഴിച്ചു മാറ്റണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചു. അങ്ങ് തരാതെ എനിക്കൊന്നുമില്ല കർത്താവേ. എന്നാൽ അങ്ങ് തന്നതിനെ അനുഭവിക്കാൻ കഴിയാതെ വണ്ണം എന്നെ അലട്ടുന്ന എല്ലാ സാത്താനിക ശക്തികളിൽ നിന്നും എന്നെ വിടുവിക്കണമെന്ന് ഒന്ന് പറഞ്ഞേ. ഷബ്രഖൗന ആംതേരിയോ ഷബ്രാന്റസ് ലിബ്രൈസ്കി മഹാത്തോ സിഖേന ലോയ്റ്റസരിബ റുഫ ലിബ്രൈസ്കി മാകോ ഷിറ്റാല ഇൻഷാല ബഹാന്തസി ലിബ്രൈസ് ഖൗഡമ ഷൽഖേമ ആംതൂരോ റോഖൗസറ്റ. പ്രാർത്ഥിച്ചു തുടങ്ങുക. ദൈവത്തിൻ്റെ ശക്തി നിന്റെ മേൽ അയക്കപ്പെടുന്നൊരു സമയമാണ്. പ്രാർത്ഥിച്ചു തുടങ്ങുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ അയക്കപ്പെടുന്നൊരു സമയമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയക്കപ്പെടുന്നൊരു സമയം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് വരുന്നത്? നമ്മെ ഡെലിവർ ചെയ്യാനാണ് വരുന്നത്. നമ്മളെ പുറത്തു കൊണ്ടുവരാനാണ് വരുന്നത്. ആമേൻ. അവൻ്റെ കുടുക്കുകളിൽ നിന്നും കെണികളിൽ നിന്നും ദൈവം നിന്റെ ഹെൽത്തിനെ പുറത്തു കൊണ്ടുവരും. അവൻ്റെ കുടുക്കുകളിൽ നിന്നും കെണികളിൽ നിന്നും ദൈവം നിങ്ങളുടെ ലൈഫ് പുറത്തു കൊണ്ടുവരും. അവൻ്റെ കുടുക്കുകളിൽ നിന്നും കെണികളിൽ നിന്നും ദൈവം നിങ്ങളുടെ മിനിസ്ട്രി പുറത്തു കൊണ്ടുവരും. നിങ്ങളെന്ന ആത്മമനുഷ്യനെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരും. പ്രാർത്ഥിക്കുക, അതിനായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുക. യേശുവേ, ആ ശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ കർത്താവേ. ആ ശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ലീബ്രോസ് ആംസറ ലിബ്രകറ്റസിറ്റോ ലിബ്രകസിറ്റോ ലിബ്രകസിറ്റോ. ആത്മാവിൽ പ്രാർത്ഥിച്ചേ. ആത്മാവിൽ പ്രാർത്ഥിച്ചേ. ലേംബ്ര ഫാദർ ഗ്ലോറി സബ്രോ ഷാഖേബയാസ് ആംസറാസിയ. ആത്മാവിൽ പ്രാർത്ഥിച്ചേ. അഭിഷേകത്തിൽ പ്രാർത്ഥിച്ചേ. ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് ആ നിലയിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവമേ, അവിടുന്ന് എന്നെ ഇന്ന് സ്വതന്ത്രമാക്കുവാൻ എൻ്റെ മേൽ വരണം. കണക്റ്റായ പരിശുദ്ധാത്മാവുമായിട്ടൊന്ന് കണക്റ്റായ നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവുമായിട്ടൊന്ന് കണക്റ്റ് ആക്കിയേ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വരണമെന്നൊന്ന് പറഞ്ഞേ. കർത്താവേ, വചനത്താൽ ഒരു സ്വാതന്ത്ര്യം എൻ്റെ ജീവിതത്തിൽ തരണമെന്നൊന്ന് പറഞ്ഞേ. എന്നെ ഒന്ന് ദൈവം ഇന്ന് അൺഫ്രീസ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആരെയൊക്കെയോ ആ ഫ്രീസിങ് സ്റ്റേജിൽ നിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി കർത്താവ് വന്നിട്ടുണ്ട്. റോഹോതോലോബോഷ്. ചിലതിനെയൊക്കെ കർത്താവ് തള്ളി പുറത്തേക്ക് കളയുന്നൊരു കാഴ്ച. നിന്റെ മുമ്പിൽ വെച്ച കല്ലുകളെ ദൈവം തള്ളി പുറത്തേക്ക് കളയുന്നൊരു കാഴ്ച. റുഖോമോകോസക ലീമോ റഷീറ്റായ റലൈമ സീലാക ലീമോ റുഖോസറ്റ റംബ ലിബാര കഥായ സഥായ ലിബ്രാറ്റ സിലാറ്റ ബ്രബോസ റെറ്റമ ആൻറ്റ സറാക റിഡാകോ ടായ സബാര കയാസ ശലേ ശലേംബ 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 റിന ബാബ ബാബ കയ ഹബ്ബ. പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൂടാരത്തിനകത്തുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവ സാന്നിധ്യത്തിങ്കിൽ ഒരു വലിയ സ്വാതന്ത്ര്യം, ആ പരിശുദ്ധാത്മ സാന്നിധ്യത്തിങ്കിൽ ഒരു വലിയ സ്വാതന്ത്ര്യം, ആ പരിശുദ്ധാത്മ ശക്തിയെങ്കിൽ ഒരു വലിയ സ്വാതന്ത്ര്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. ഇപ്പോൾ ഉണ്ടാകട്ടെ. ഇപ്പോൾ ഉണ്ടാകട്ടെ. ഇപ്പോൾ 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 എല്ലാ കുടുക്കുകളും അഴിയട്ടെ. എല്ലാ കെട്ടുകളും അഴിഞ്ഞു തുടങ്ങട്ടെ. എല്ലാ ദുഷ്ട പാരമ്പര്യ ശക്തികളുടെ ബന്ധനങ്ങളും അഴിയട്ടെ. എല്ലാ ദുരാത്മ കോട്ടകൾ ഇടിയട്ടെ. എല്ലാ രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ.
എല്ലാ ശത്രുവിന്റെ പാളയം ചിതറട്ടെ, ശത്രുവിന്റെ കൂട്ടം ചിതറട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിൽ ഭാഷ കലങ്ങിയതുപോലെ ദുഷ്ടാത്മാക്കളുടെ ഭാഷ കലങ്ങട്ടെ. ഓ ഷയബാരാഖ റുഖബാനദേര എല്ലാ ഈവിൾ ഐസ് ക്യാൻസൽ ചെയ്യുന്നു. റുബാന സിയാന്ത ലെബോസതേരി ആംതേരി റുഗോഷാൽ മാറ്റി റഖൗത അസറേവോ. മടുപ്പിക്കുന്ന ദുരാത്മാവെ ശാസിക്കുന്നു. ഓ എല്ലാ കലക്കം കൊണ്ടുവരുന്ന ദുഷ്ടാത്മാവെ വിട്ടുമാറ്. എല്ലാ പരാജയം കൊണ്ടുവരുന്ന നീച ആത്മാവെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറ്. ജനം വിടുവിക്കപ്പെടട്ടെ, യേശുവിന്റെ നാമത്തിൽ ജനം വിടുവിക്കപ്പെടട്ടെ. കർത്താവിന്റെ നാമത്തിൽ ശക്തി വ്യാപരിക്കട്ടെ. ജനം പുതിയ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കട്ടെ. ജനം പുതുഭാഷ പ്രാപിക്കട്ടെ. ജനം പുതുശക്തി പ്രാപിക്കട്ടെ. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ കരങ്ങളിൽ നിന്നെ വഹിച്ചുകൊള്ളും എന്ന ദൈവത്തിന്റെ വചനപ്രകാരം ഒരു വലിയ സംരക്ഷണം ഇതിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. അസാധാരണമായ ആത്മസാന്നിധ്യം, അസാധാരണമാകുന്ന ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നു. ആത്മാവിന്റെ അസാധാരണമായ ഒരു കവിഞ്ഞൊഴുക്ക് ഇതിനകത്തുണ്ടാകുന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ ആ പരിശുദ്ധാത്മാവ് നിഴലിടുന്ന ഒരു സമയം. വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിഴലിടുന്ന സമയം. ഓ റഖബാകായ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശരീരങ്ങളുടെ മേൽ അലട്ടുന്ന രോഗാത്മാക്കൾ വിട്ടുമാറുന്നു. ചിന്തകളുടെ മേൽ കൺഫ്യൂഷൻ കൊണ്ടുവരുന്ന സകല ദുർഭൂത ശക്തികളും ക്യാൻസൽ ആകുന്നു. നിന്റെ മനസ്സിനെ മടുപ്പിക്കുന്ന സകല ഇരുട്ടിന്റെ ശബ്ദങ്ങളും ക്യാൻസൽ ആകുന്നു. എല്ലാ ട്യൂമറുകൾ ഡിസപ്പിയർ ആകട്ടെ. ഓ റഖതായോ സതായബ, കരിയാതെ ഇരിക്കുന്ന, പൊറുക്കാതെ ഇരിക്കുന്ന, ഹീലാകാതെ ഇരിക്കുന്ന മുറിവുകൾ യേശുവിന്റെ നാമത്തിൽ ഹീലാകുന്നു. എല്ലാ പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥകളും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. ഹീലിംഗ്സ് ഉറക്കത്തെ അലട്ടുന്ന എല്ലാ അവസ്ഥകളും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകുന്നു. ദുർസ്വപ്നങ്ങൾ കാണിക്കുന്ന അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകുന്നു. ഹീലിംഗ്സ് കർത്താവ് ഇറങ്ങി നിൽക്കുന്ന ഒരു സമയം. ദൈവത്തിന്റെ ദൂത സന്നാഹവുമായി അവിടുന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. നിനക്ക് സംസാരിക്കാനുള്ള സമയമായത്, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയമായത്. എന്റെ VIP ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന VIP ഇതിന്റെ മധ്യത്തിലുണ്ട്. He is the very important person in my life. He is the very important person in our life. Laibaru falaba koyos setayaga mahandayako zaraba le Jesus 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 shaka baba libra sata rekaitai makai taba saderia hamdere librahas. Yes, power power power. അസാധാരണമായ ദൈവജീവൻ ചലിക്കുന്നു ചലിക്കുന്നു ചലിക്കുന്നു. പ്രതീക്ഷ അറ്റുപോയ കാര്യങ്ങളിൽ പുതുപ്രതീക്ഷകൾ ഉളവാകട്ടെ. മുടങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യാദികളിന്മേലും, മനുഷ്യനും സാത്താനും കൂടെ മുടക്കിക്കളഞ്ഞ എല്ലാ കാര്യാദികളിന്മേലും ഞാനിപ്പോൾ ക്രൂശിന്റെ പുതുജീവൻ പകരുന്നു. എല്ലാ സാത്താനിക ബലത്തെയും ഞാൻ അമർച്ച ചെയ്യുന്നു. എല്ലാ ഉണർവിന്റെ വൈരിയെയും ഇത് ക്യാൻസൽ ചെയ്യുന്നു. In the mighty name of Jesus.
Oh, Rakata, Lodobo Sayanta, Lemba, Tema, Tayaba, Shata. നിന്റെ സമയം മാറുക കുഞ്ഞെ, നിന്റെ സമയം മാറുക കുഞ്ഞെ. നിന്റെ കഷ്ടതയുടെ സമയം മാറുക, നിന്റെ നിരാശയുടെ സമയം മാറുക, നിന്റെ എല്ലാ ദുഃഖത്തിന്റെ സമയം മാറുക. In the name of Jesus, in the name of Jesus. നിന്നെ സാത്താൻ പിടിച്ചു വെച്ച സമയം മാറുക. നീ കുടുക്കിന്ന് പുറത്തു കൊണ്ടുവരുക ദൈവം. Oh, mighty name of Jesus. പ്രാർത്ഥിച്ചിട്ടും ഫലമില്ലല്ലോ എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ മേൽ എന്റെ കർത്താവിന്റെ കരം വീഴുന്നു. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. ചേർന്ന് പാടിയേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. കൗന ശിഖേബ റുസിയ എൽബ ഖയ സിഖയ യേശുവ ലിഖേബ റുസിലി കൻമാഗോ സിഥിക ബാബാ. I love you, Jesus. Paushalabaya. വരുന്നു ഞാൻ മുഴുവനാ നിന്റെ സ്നേഹ സന്നിധിയിൽ. വരുന്നു ഞാൻ മുഴുവനാ നിന്റെ സ്നേഹ സന്നിധിയിൽ. നിന്നെ മുഖാമുഖം കാണുന്നു ആയിടം പിരിയാൻ കഴിയുകയില്ല. നിൻ സ്നേഹകരസ്പർശം. പിതാവേ, ഈ ജനവുമായി അങ്ങയുടെ സന്നിധിയിൽ ഇത്രയും സമയം ഞങ്ങളായിരുന്നു. ഞങ്ങൾ ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്താലും പിരിയാത്ത ഈ ദൈവ സാന്നിധ്യം, ഞങ്ങൾ അനുഭവിച്ച ഈ ദൈവശക്തി, ഞങ്ങൾ അനുഭവിച്ച ഈ ദൈവകൃപ, ഞങ്ങൾ അനുഭവിച്ച ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളെ വിട്ടു മാറല്ലേ. മാറല്ലേ കർത്താവേ, മാറല്ലേ ദൈവമേ, മാറാൻ അനുവദിക്കല്ലേ കർത്താവേ. ഞങ്ങൾക്ക് സാത്താൻ്റെ കുടുക്കിൽ പോയി വീഴണ്ട, ഞങ്ങൾക്ക് അവൻ്റെ കെണിയിലൊന്നും വീഴണ്ട. അതിനെ കാണുമ്പോൾ തന്നെ കത്തിച്ചു കളയുന്ന ഒരു തീക്ഷ്ണതയുള്ള ഒരു മനസ്സും കണ്ണും ആത്മാവും മാത്രം ഞങ്ങൾക്ക് മതി. അങ്ങേ പിരിഞ്ഞ് ഞങ്ങൾക്ക് വേറെ എന്തുണ്ടായിട്ട് എന്ത് ഗുണം കർത്താവേ? നിന്റെ ബന്ധം മാത്രം മതി, പിരിയാ ബന്ധം. ഓ കർത്താവേ, ഞങ്ങൾക്കത് വേണം, ഞങ്ങൾക്കത് വേണം. ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിൻ്റെ കരങ്ങൾ ഉയർത്തി മഹത്വപ്പെടുത്തിയേ. ഞങ്ങളുടെ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹമാണോ എങ്കിൽ നിങ്ങൾ മറ്റൊരു വ്യക്തിയെ കൂടെ ഈ കൂട്ടായ്മയിലേക്ക് കൂട്ടി വരുത്തുക. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ദൈവത്തിൻ്റെ കൃപയാൽ ഈ മീറ്റിംഗ് ഇതിനകത്ത് നടന്നു വരുന്നു. ന്യൂ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ മെസ്സേജായിട്ട് അയക്കാം. എല്ലാ സമയവും നിങ്ങൾക്ക് വിളിക്കുമ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. സോ നിങ്ങൾക്ക് ഇതേ നമ്പർ തന്നെ നിങ്ങൾക്ക് വാട്സാപ്പിൽ യൂസ് ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കാം. നിങ്ങൾക്ക് നേരിൽ കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഈ നമ്പർ നോട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ വിളിച്ച് നിങ്ങൾ ആ സമയം നിങ്ങളൊന്ന് അറിഞ്ഞതിന് ശേഷം, കറക്റ്റ് ചെയ്തതിന് ശേഷം, അവൈലബിലിറ്റി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക്
വന്ന് നേരിൽ നമുക്ക് നിങ്ങളുടെ വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവം നിങ്ങളെ വിളിച്ചതാ. അവൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ച് കളയത്തില്ല. ദൈവം നിങ്ങളെ ഒരിക്കലായി വിടുവിച്ചതാ. വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാൻ അവൻ അനുവദിക്കത്തില്ല. നമുക്ക് അടുത്ത ദിവസം കാണാം. പുതിയൊരു സന്ദേശവുമായി വരുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടെ ഓർത്താട്ടെ. കർത്താവ് പുതിയ നിയോഗങ്ങളാൽ അയക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം കാണുന്നത് വരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മളെ സൂക്ഷിക്കും. ഗോഡ് ബ്ലസ് യു.